ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്തെന്ന് വെച്ചാൽ, ഞാൻ ഇന്നലെ വാങ്ങിച്ച ടെൻ്റ് ഉണ്ടല്ലോ, അതിനെ കുറേ അങ്ങോട്ടുണ്ട്. അപ്പോൾ അതിനെ ഞാൻ ഇങ്ങനെ സെറ്റാക്കണം. അത് നമുക്ക് സെറ്റാക്കാൻ അറിയില്ല, പക്ഷേ ഇന്നത്തെ വ്ളോഗിൽ അത് സെറ്റാക്കുന്നതാണ് വീഡിയോ. എനിവേ നമുക്ക് ആ പ്രോസസ്സിങ്ങിലേക്ക് കിടക്കാം. കബോർഡ് ഗൈസ്, സാധനം ഇതാണ്. ഇത് നമ്മളിപ്പോൾ അൺബോക്സിങ് ചെയ്യും. ആൻഡ് വാട്ട് ഇതിനെ സെറ്റാക്കണം. സെറ്റാക്കാൻ ഞങ്ങൾക്ക് അറിയില്ല, ബട്ട് ഐ വിൽ ട്രൈ. ഓക്കെ, ഇവിടെ നമുക്ക് കട്ടാക്കാം. ഇതിൽ വരുന്ന സാധനങ്ങളും ആദ്യം ഇത് ടെൻറ്റിൻ്റെ ബാഗ്, പിന്നെ അത് സെറ്റ് ചെയ്യാനുള്ള മറ്റേ സ്റ്റിക്കും കൂടിയുണ്ട്. പിന്നെ അതല്ലാണ്ട് റോപ്പ് കാര്യങ്ങൾ, ഇത് സംഭവം എന്ന് വെച്ചാൽ നമ്മളെ ടെൻറ്റ് ടൈറ്റ് ചെയ്യാൻ വേണ്ടി. അതായത് ഇപ്പം നമ്മൾ ടെൻ്റ് അടിച്ചു, ഒരു നല്ല വിൻഡുള്ള സ്ഥലത്ത് ടെൻ്റ് അടിച്ച് വെച്ചു. അപ്പോൾ ആ ടെൻറ്റ് നല്ല ബലത്തിൽ നിൽക്കണമെങ്കിൽ ഈ സാധനം നമ്മൾ സപ്പോർട്ടിന് കൊടുക്കണം. കഴിച്ചപ്പോൾ എല്ലാം റെഡിയായി. ആദ്യം ഇതിൻ്റെ മാനുവൽ നോക്കണം. ചിലപ്പോൾ ആ മാനുവൽ എന്തെങ്കിലും കൊടുക്കണം. ക്യാമറ ഇങ്ങനെ കൊണ്ടുപോകാം. ഇത് മാനുവൽ, ഇത് നോക്കിയിട്ട് വേണം ഇപ്പം അങ്ങ് ചെയ്യാൻ. മുകളിൽ നിർത്തും. ഇത് നോക്കിയിട്ട് വേണം അങ്ങ് ചെയ്യാൻ. ഇന്നലെ ഓന് ഓരോന്നോരോന്ന് പോയി കൊണ്ട് നിൽക്കണ്ട. ഇന്നലെ ഓന് ഓരോന്നോരോന്ന് ചെയ്ത് കാണിച്ചിന്, ബട്ട് അത് നമുക്ക് മനസ്സിലായിട്ടാ. ഇത് അതിൻ്റെ തർപ്പലാണ്, സോറി, അതിൻ്റെ മുകളിലേക്ക് ഇടുന്ന, മഴ വരുന്നതിന് വേണ്ടി മുകളിലേക്ക് ഇടുന്ന സംഭവം. ഇനിയുള്ളതാണ് ഇനിയാണ് കുറച്ച് കഷ്ടപ്പാട് വരുന്നത്. ഇനിയാണ് കാരണം എന്താ വെച്ചാൽ ഈനെ സെറ്റ് ചെയ്യണം. അത് ഒറ്റയ്ക്ക് സെറ്റ് ചെയ്യുമ്പോൾ കഷ്ടപ്പാടുണ്ട്. സുഖാണോ? അപ്പോൾ അതിൻ്റെ മെയിൻ പരിപാടി കഴിഞ്ഞ് എന്തായി, അതാ ടെൻറ്റിൻ്റെ മെയിൻ പരിപാടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയാണ് ആദ്യം നമുക്ക് ചെയ്യാനുള്ളത്. ഇത് നമ്മൾ എൻട്രാണ് സംഭവം. ആൻഡ് ഇത് സ്ലീപ്പിംഗ് ബാഗും ബാക്കിയുള്ള എൻ്റെ ലഗേജ് കാര്യങ്ങളൊക്കെ ഞാൻ യാത്രയിൽ ഇതിൻ്റെ അകത്തായിരിക്കും വെക്കുക. പിന്നെ വരുന്നുള്ള വർക്കാണ് നമുക്ക് ഈ തർപ്പല, ഈ സംഭവം, ഇത് ഇതിൻ്റെ മുകളിലേക്ക് ഇടണം. അതായത് ഞാൻ കാണിച്ചു തരാം.
ഈ സംഭവം ഉണ്ടല്ലോ, ഈ ക്ലിപ്പ് നമ്മളെ ഇതിലേക്ക് ഇറക്കണം, സെറ്റ് ചെയ്യാനുള്ളതാണ്. അതേപോലെ തന്നെ ഈ സൈഡും. അടുത്ത് വരുന്നുള്ളത് ബാക്ക് സൈഡാണ്. അതേ സെയിം സംഭവം ബാക്ക് സൈഡ് അവൈലബിൾ ഉണ്ട്. ഇങ്ങനെ എടുക്കാം, പ്ലക്ക് ചെയ്യാം. കഴിച്ചപ്പോൾ ഏകദേശം നമ്മളെ വർക്കെല്ലാം കഴിഞ്ഞിട്ട്, വർക്കൊക്കെ ഏകദേശം കഴിഞ്ഞ് ടെൻ്റ് ഇട്ട്, പിന്നെ അത് കൂടാണ്ട് ടെൻറ്റിൻ്റെ മുകളിലേക്കുള്ള ആ ഒരു സംഭവം കൂടി ഇട്ട്, പിന്നെ ബാക്കി വരുന്നുള്ളതാ ഈ ഹുക്സ് ഉണ്ടല്ലോ, ഈ സാധനം ഈ കാണുന്ന ഇതുണ്ടല്ലോ 4 കോർണറിൽ ഇതേപോലെ സംഭവമുണ്ട്. ഇതിലേക്ക് ഇട്ട് അടിക്കുക, അതിൻ്റെ കുറച്ച് വലിച്ചു പിടിക്കുക. അത് കൂടാണ്ട് പിന്നെ വരുന്നത് ഈ സംഭവം എന്താ, ഇതിലേക്ക് ഈ 4 കയറ്, 4 സൈഡും 4 ഓപ്ഷൻ. അപ്പം 4ലേക്കും ആ കയറിട്ടിട്ട് ബെൽസ് കെട്ടി ടെൻഡ് ചെയ്യുക. അതാണ് ലാസ്റ്റ് വർക്ക് വരുന്നുള്ളത്. പിന്നെ ഉള്ളത് അകത്താണ്. അകത്ത് വരുന്നത് നമ്മളിതാ ഈ നമ്മൾ ഈ സാധനം ഇട്ടല്ലോ, ഈ പറഞ്ഞ ഈ സാധനം ഇട്ടല്ലോ, ഈ സാധനത്തിൻ്റെ ഓരോ ലേസും അകത്തുണ്ട്. അപ്പോൾ അതിനെല്ലാം പോയിട്ട് കെട്ടണം. അതാണ് മെയിൻ പരിപാടി. ഗൈസ്, ഇതിപ്പോൾ 2 ആൾക്ക് എടുക്കാൻ പറ്റുന്നത്, 2 ആൾ കറക്റ്റ് കിടക്കാനല്ല, ഒരാളും അയാളെ ലഗേജും. ഇപ്പോൾ ഇതെൻ്റെ സ്ലീപ്പിംഗ് ബാഗ് ഉണ്ട്, ഇതിപ്പോൾ ഞാൻ ഇടുന്നില്ല, ഇട്ടെങ്കിൽ അതേപോലെ പാക്കാക്കാൻ നല്ല പണിയുണ്ട്. ഒന്നും കാണുന്നുണ്ടാവില്ല ഉള്ളു, കാരണം ഞാൻ അത്ര വെളിച്ചമില്ല വീഡിയോ എടുക്കുന്ന സ്ഥലം. ഇതിപ്പോൾ ഒരാൾക്കും തികച്ച് ഉള്ളിൽ കൊണ്ടുപോകാം, ഒരാൾക്ക് തികച്ച് കിടക്കാൻ പറ്റുന്ന സ്ഥലമേ ഉള്ളൂ. പിന്നെ ബാക്കി വരുന്നുള്ള ഏരിയയിൽ നമ്മളെ ബാഗ് കാര്യങ്ങൾ അതൊക്കെ വെക്കാനുണ്ട്. എനിവേ ഗൈസ്, ടെൻറ്റ് ഉണ്ടാക്കാൻ ഓക്കെ, ഇനി എവിടെ പോയാലും ടെൻറ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളൊരു ധൈര്യമുണ്ട്. ഇനി ഇത് കൂടാണ്ട് ഒരു അത്യാവശ്യം ഒരു സ്ഥലത്ത് പോയി സ്റ്റേ ചെയ്ത് അവിടെ രാത്രി ടെൻറ്റ് അടിക്കുന്ന ആ ഒരു സെറ്റപ്പിലേക്ക് ഒരു വ്ളോഗ് ഞാൻ ചെയ്യുന്നുണ്ട്. കാരണം അതിൻ്റെ ഞാൻ പോകുന്നതിനുള്ളേക്കുള്ള ഒരു എക്സ്പീരിയൻസ് വേണമെങ്കിൽ അങ്ങനെയും പറയാം. കാരണം അതൊക്കെ പഠിച്ചാലേ എനിക്ക് പോകാൻ പറ്റുള്ളൂ. എനിവേ, ടെൻറ്റ് ഇടുന്നത് നമ്മൾ പഠിച്ച് ഞാനത് നിങ്ങൾക്കും കാണിച്ച് കാണിച്ചിടാന്നില്ല, ഞാൻ ചെയ്ത് വീഡിയോ എടുത്തിട്ട്. അപ്പോൾ എനിവേ, വീഡിയോ ഇഷ്ടപ്പെടും ഞാൻ വിചാരിക്കുന്നത്. ഇനി അങ്ങോട്ട് ഇതിനേക്കാളും നല്ല നല്ല കണ്ടൻറ്റുകൾ വരാൻ പോകുന്നതാണ്. അപ്പോൾ എനിവേ ഗൈസ്, ബൈ ബൈ.